ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ആരി ചെയിനാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ സരി ത്രെഡ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത് അല്ലേ. അപ്പോൾ സരി ത്രെഡ് കൊണ്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ നോർമൽ ത്രെഡ് വെച്ചിട്ടും സ്റ്റിച്ച് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതും നമുക്ക് ആവശ്യമാണ്, കാരണം ബീഡ് വർക്കിനൊക്കെ നമ്മൾ ഈ ഒരു നോർമൽ ത്രെഡ്, അതായത് സ്വിങ് ത്രെഡ് വെച്ചിട്ടാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സ്കെയിലിൽ നമ്മൾ വരയ്ക്കുമ്പോൾ, അതായത് നിങ്ങൾ വരച്ച് പഠിക്കുമ്പോൾ സ്കെയിലിൽ ഒരു 10 സെൻറ്റിമീറ്ററെങ്കിലും ലെങ്ത്തിൽ വേണം വരച്ചെടുക്കാനായിട്ട്. ചെറിയ ലൈൻ കൊടുക്കരുത് കേട്ടോ. പിന്നെ കണ്ടോ ത്രെഡ് എങ്ങനെയാണ് ചുറ്റുന്നതെന്നൊക്കെ നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പിടിക്കുന്നതെന്നുള്ളതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നുള്ളൂ. ഇനി താഴെ നിന്നും ഇതുപോലെ ത്രെഡിനെ മീതേക്ക് വലിച്ചെടുക്കുക. കണ്ടപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതൊന്ന് നോക്കുക. നീഡിൽ തിരിച്ചെടുക്കുന്നതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നോക്കുക, താഴേക്ക് കുത്തുക, ത്രെഡിനെ ചുറ്റുക, എന്നിട്ട് ഒന്ന് ക്ലോത്തിൻ്റെ തൊട്ട് മീതെ എത്തുമ്പോഴാണ് നമ്മൾ തിരിച്ചിട്ട് എടുക്കേണ്ടത്. കണ്ടോ തിരിക്കുന്നത് കണ്ടില്ലേ. അപ്പോൾ നമ്മൾ ഹുക്ക് കൊടുക്കുന്നതിൻ്റെ പൊസിഷൻ നോക്കുക. ആ ഒരു ലൈനിൽ നേരെയാണ് ഹുക്ക് ഇട്ട് കൊടുക്കുന്നത്, വെച്ച് കൊടുത്തിട്ടുള്ളത്. തിരിക്കുമ്പോൾ അതിൻ്റെ റൈറ്റ് സൈഡിൽ ഇങ്ങനെ തിരിച്ചിട്ട് എടുക്കുക കേട്ടോ. കണ്ടോ, ഒന്ന് തിരിച്ചിട്ട് ആ ക്ലോത്തിൻ്റെ മീതെ എത്തിയിട്ട് വേണം തിരിക്കാനായിട്ട്. താഴെ തന്നെ തിരിച്ചു വന്നാൽ നിങ്ങൾക്ക് ചിലപ്പോൾ പറ്റിക്കൊള്ളണമെന്നില്ല. ക്ലോത്തിൻ്റെ തൊട്ടടുത്തായിട്ട് നമ്മളിങ്ങനെ ഹുക്കിനെ വലിച്ച് മീതേക്ക് എടുക്കുക. അതിന് ശേഷം ക്ലോത്തിൻ്റെ അവിടെ എത്തുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ നീഡിനെ തിരിച്ച് മീതേക്ക് എടുക്കുന്നത്. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. എങ്ങനെയാണ് ഞാൻ ഈ ചെയ്യുന്നത് എന്നുള്ളതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ആരി നോട്ട് ഇട്ട് കൊടുക്കുക. ആരി നോട്ട് ഇടാനൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിപ്പിച്ചു തന്നിട്ടുള്ളതാണ്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു പ്രാവശ്യം കൂടെ ചെയ്ത് നോക്കാം അല്ലേ. അപ്പോൾ ഈ ആരി വർക്ക് ഒട്ടും അറിയാത്ത ബിഗിനേഴ്സൊക്കെ ഉണ്ടാവും കാണുന്നുണ്ടെങ്കിൽ, അവരെന്ത് ചെയ്യുക, ഒരു 10 പ്രാവശ്യമെങ്കിലും ലൈൻ വരച്ചിട്ട് അതിൽ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് തന്നെ പ്രാക്ടീസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് പെട്ടെന്നൊന്നും സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ല കേട്ടോ. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. കാരണം ഫസ്റ്റ് ടൈമിലൊക്കെ നമ്മൾ ചെയ്യുമ്പം ഇതുപോലെ നമ്മൾ ഹുക്കിൽ നിന്ന് വിട്ടു പോരും. അതുപോലെ ക്ലോത്തിലെ ത്രെഡായിരിക്കും നമ്മളെ കൂടെ വരിക. നമ്മൾ ഉദ്ദേശിക്കുന്ന ത്രെഡാവില്ല, നമ്മുടെ കയ്യിലുള്ള ത്രെഡാവില്ല വരിക, ക്ലോത്തിലെ ത്രെഡൊക്കെ ആയിരിക്കും അല്ലേ ഊരിപ്പോയി കൂടെ വരുന്നത്. അപ്പോൾ അതുകൊണ്ടൊന്നും ടെൻഷൻ അടിക്കേണ്ട, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം. വളരെ സ്ലോ ആയിട്ട് തന്നെ ചെയ്ത് പഠിക്കുക കേട്ടോ. പിന്നെ ഫസ്റ്റ് ചെയ്യുമ്പം ഇതുപോലെ വലിയ ചെയിൻ ഇട്ടിട്ട് ചെയ്ത് പഠിക്കുക. ഇപ്പോൾ സ്കെയിലിൽ 1 സെൻറ്റിമീറ്ററോ 1.5 സെൻറ്റിമീറ്ററോ നിങ്ങൾ പോയിൻ്റ് കൊടുക്കുക. ആ പോയിൻ്റ് ഇട്ടതിന് ശേഷം അതിലേക്ക് ചെയ്ത് പ്രാക്ടീസ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. കണ്ടില്ലേ, ഇപ്പോൾ എത്ര പ്രാക്ടീസ് ഉണ്ടെങ്കിലും ഇതുപോലെയൊക്കെ എല്ലാവർക്കും സംഭവിക്കുന്ന കാര്യമാണ്. നമ്മുടെ ഹുക്കിൽ നിന്ന് ത്രെഡ് ഊരിപ്പോവരിലൊക്കെ സാധാരണ തന്നെയാണ്. അതുകൊണ്ട് അങ്ങനെയൊന്നും ടെൻഷൻ അടിക്കേണ്ട. കാരണം എനിക്ക് മെസ്സേജ് വരാറുണ്ട്, ഇങ്ങനെ ഊരിപ്പോരുന്നു, പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, ഇതെല്ലാവർക്കും സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഫസ്റ്റ് ടൈം ആകുമ്പം തീരെ പറ്റില്ല, അത് പ്രാക്ടീസിലൂടെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇനി നമുക്കൊരു ചെറിയ ചെയിൻ ഇട്ടിട്ട് പഠിക്കാം. ഇതിൽ 1/2 സെൻറ്റിമീറ്റർ കണ്ടില്ലേ, ഈ ഒരു 1/2 സെൻറ്റിമീറ്ററിൽ പോയിൻ്റ് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഇതിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കാം കേട്ടോ. നമ്മൾ വർക്ക് ചെയ്യുമ്പം അതായത് ഒരു ഡ്രസ്സിൽ ഡിസൈൻ ചെയ്യുമ്പം ഒരിക്കലും വലിയ ചെയിൻ ഇട്ടിട്ടല്ല ചെയ്യേണ്ടത്, ചെറിയ ചെയിൻ സ്റ്റിച്ചിലാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം പഠിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളടുത്ത് വലിയ ചെയിൻ ഇട്ടിട്ട് ചെയ്യാൻ പറഞ്ഞത് കേട്ടോ. പക്ഷെ നിങ്ങൾ അതന്നെ ഫോളോ ചെയ്യരുത്. വലിയ ചെയിനിൽ എളുപ്പമാണെന്ന് വിചാരിച്ചിട്ട് തോന്നിയാൽ പിന്നെ അതന്നെ ഫോളോ ചെയ്യരുത്. നമുക്ക് എപ്പോഴും ചെറിയ ചെയിനാണ് വേണ്ടത്. അപ്പോൾ വലിയ ചെയിൻ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ചെറിയ ചെയിൻ ഇട്ടിട്ട് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ എല്ലാ ഇതും പ്രാക്ടീസ് ചെയ്യുമ്പം അതായത് നമുക്ക് ഫസ്റ്റ് ഈ ഒരു ചെയിനാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. അത് നിങ്ങളൊരു 10 ലൈനെങ്കിലും വരച്ചിട്ട് അതിൽ പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. അപ്പോൾ അത്രയും പ്രാക്ടീസ് നമുക്ക് കിട്ടും. അതുപോലെ ലൈനിൻ്റെ ആ ഒരു നീളം എന്ന് പറയുന്നത് ഒരു 10 സെൻറ്റിമീറ്റർ അകലത്തിലെങ്കിലും വരയ്ക്കില്ല. അത് ചെറിയ ലൈൻ വരച്ചിട്ട് അതിലല്ല പ്രാക്ടീസ് ചെയ്യേണ്ടത്, കുറച്ച് ലെങ്ത്തിൽ സ്കെയിലിൽ ഒരു 10, അതാണ് ഞാനൊരു അളവ് പറഞ്ഞത് 10 സെൻറ്റിമീറ്റർ എന്നുള്ളത്. അപ്പോൾ അതിൽ കൂടുതൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, പക്ഷേ അതിൽ കുറയരുത്. അതിൽ ആ ഒരു 10 സെൻറ്റിമീറ്ററിൽ പറഞ്ഞാൽ ഈ ഒരു ലൈൻ എന്ന് പറയുന്നത് ഒരു 10 സെൻറ്റിമീറ്റർ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ലൈൻ ഇതേ ഒരു 10 സെൻറ്റിമീറ്റർ ഈ ഒരു സെൻറ്റിമീറ്ററിൽ നിങ്ങൾ വരച്ചിട്ട് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. ഈ ആരി നോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ആരി നോട്ടിൻ്റെ ക്ലാസ്സൊക്കെ നമ്മളിതിൻ്റെ മുന്നേ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. താങ്ക്